പാലക്കാട് മണ്ഡലത്തിൽ CPM പ്രവർത്തനം നിർജീവമായി എന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് വളർച്ചയെന്നും നേതാക്കൾ ആഞ്ഞടിച്ചു. പാലക്കാടും കോങ്ങാടും MP രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായെന്നും രൂക്ഷ വിമർശനം. MLA-മാരായിട്ടും ഇരുവർക്കും ജനങ്ങളുമായി ബന്ധമില്ലാതെയായി. പാലക്കാട് പാർട്ടി സ്വാധീന മേഖലയിൽ പോലും തിരിച്ചടി നേരിട്ടുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, തുടർ പരാജയങ്ങൾ പാലക്കാടുമായി ബന്ധപ്പെട്ട്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇങ്ങനെയൊക്കെ പരാജയമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതോടുകൂടി പാർട്ടി ഘടകങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നേതാക്കൾക്ക് നേതൃപരമായ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നു. മധു, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ KS സലീഗ എന്നിവർ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത്. മുൻ മന്ത്രി MP രാജേഷിനെതിരെ ഉൾപ്പെടെ CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയായിരുന്നു. കാരണം CPMന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ച മണ്ഡലങ്ങളായിരുന്നു തൃത്താലയും കോങ്ങാടും. പക്ഷേ ആ രണ്ട് മണ്ഡലങ്ങളിലെയും MLA-മാർ ജനങ്ങളുമായി യാതൊരു രീതിയിലുള്ള ബന്ധവും പുലർത്താത്ത ആളുകളായി മാറുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. MP രാജേഷും അതുപോലെ തന്നെ കോങ്ങാട്ടെ MLA ആയിരുന്ന K ശാന്തകുമാരിയുടെയും ശൈലിയിൽ വന്ന പ്രശ്നങ്ങൾ അത് ആ മണ്ഡലത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇവർക്ക് നേരെ ഉണ്ടായ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. പാലക്കാട് നിയോജക മണ്ഡലം അത് ഇത്തവണ എങ്ങനെയും തിരിച്ചു പിടിക്കും എന്നുള്ളതായിരുന്നു CPM നേരത്തെ വിലയിരുത്തിയിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു സ്വതന്ത്രനായി NMR റസാഖിനെ തന്നെ ഇവിടെ മത്സരിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ സംഘടനാ പ്രവർത്തനം നിർജീവമായി എന്നുള്ളതാണ് CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ വിമർശനം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു തോൽവി ഉണ്ടായത്. മാത്രമല്ല, CPMന്റെ പ്രവർത്തനങ്ങൾ നിർജീവമായപ്പോൾ അവിടെ BJPക്ക് വലിയ രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല, സംഘടന ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ടൗണിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പിന്നോട്ട് പോക്കാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ ഉടൻ തന്നെ നിർജീവമായി എന്ന വിമർശനം ഉണ്ടാവുകയാണ്. നേതാക്കളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങളുമായി ബന്ധമില്ലാതായിരിക്കുന്നു എന്ന വിമർശനം കൂടി പാലക്കാട് ജില്ലാ ഘടകത്തിൽ ഉണ്ടാകുന്നു.